എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമൊരു നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ. ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും ഒട്ടും കുലുങ്ങാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ സ്വന്തം ശക്തി കൊണ്ടോ മനുഷ്യനിലുള്ള ആശ്രയം കൊണ്ടോ ഒരിക്കലും അത് സാധ്യമല്ല. ദൈവശക്തി കൊണ്ട് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ഫിലിപ്പിയ കാരാഗൃഹത്തിൽ അകപ്പെട്ട പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പാടി ദൈവത്തെ ആരാധിച്ചു. ഈ ആരാധനയുടെ ശക്തി, ഈ ധൈര്യം എവിടെ നിന്ന് അവർക്ക് കിട്ടിയെന്ന് നാം ചിന്തിക്കുമ്പോൾ സാധാരണ മനുഷ്യർ പറയും, കഠിന ഹൃദയമുള്ളവർക്കോ ബുദ്ധിഭ്രമമുള്ളവർക്കോ മാത്രമേ ഇത്തരം സാഹചര്യങ്ങളിൽ പാടുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ പൗലോസിന് കഠിന ഹൃദയമോ ബുദ്ധിഭ്രമമോ ഒന്നുമില്ലായിരുന്നു. എവിടുന്ന് ആത്മശക്തിയുടെ ബലം തനിക്ക് കിട്ടി? ആ ജയിൽ മേധാവിയോട് താൻ പറഞ്ഞ വാക്കുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആ വാക്കിൽ തന്റെ മേലുള്ള ആത്മധൈര്യത്തിന്റെയും ശക്തിയുടെയും ഉറവിടം നമുക്ക് മനസ്സിലാക്കാം. ജീവിക്കുന്ന യേശുക്രിസ്തുവിലായിരുന്നു തന്റെ ധൈര്യവും ഉറപ്പും. ദമസ്കോസിലേക്കുള്ള പടിവാതിക്കൽ വെച്ചാണ് ഈ യേശുക്രിസ്തുവിനെ താൻ വ്യക്തിപരമായി അറിയുവാനും മനസ്സിലാക്കുവാനായി കഴിഞ്ഞത്. അന്നു മുതൽ ആ ജീവിക്കുന്ന യേശുക്രിസ്തുവായിരുന്നു തന്റെ ധൈര്യം, തന്റെ ഉറപ്പ്. അതുകൊണ്ട് ഒരു കാരാഗൃഹത്തിനും ഒരു ചങ്ങലകൾക്കും ഒരു പ്രതിസന്ധിക്കും തന്നെ ഭയപ്പെടുത്തുവാനോ കീഴ്പ്പെടുത്തുവാനോ കഴിഞ്ഞില്ല. അവിടെയെല്ലാം താൻ ധൈര്യത്തോടെ നിന്നു. അപ്പോൾ ജീവിക്കുന്ന യേശുക്രിസ്തു നമ്മുടെ ബലമാണെങ്കിൽ, ധൈര്യമാണെങ്കിൽ, ഒരു പ്രതിസന്ധിക്കും നമ്മളെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. ധൈര്യത്തോടെ നമുക്ക് മുന്നേറുവാൻ കഴിയും. ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം, ആശ്രയിക്കാം. ജീവിക്കുന്ന കർത്താവ് നമ്മുടെ ധൈര്യം, നമ്മുടെ ഉറപ്പ്. അതുകൊണ്ട് ഏത് സാഹചര്യങ്ങളെയും കുലുങ്ങാതെ നേരിടുവാനുള്ള ബലം ദൈവം നമുക്ക് തരും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.